കണ്ണൂർ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായ 1.5 വയസ്സുകാരൻ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. ചുണ്ടിന് മുറിവേറ്റ കുട്ടിക്ക് ആരോഗ്യനില മനസ്സിലാക്കാതെ ഡോക്ടർ അനസ്തേഷ്യ നൽകിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പോലീസിൽ കുടുംബം നൽകിയ പരാതിയിൽ അനസ്തേഷ്യ ഡോക്ടർ അഞ്ജലി പൊതുവാളിനെതിരെ കേസെടുത്തിരുന്നു. VS രഞ്ജിത്ത് വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, ചുണ്ടിനൊരു മുറിവേറ്റ് വന്നൊരു കുട്ടിയാണ്, ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. അതീവ ഗൗരവമായ സാഹചര്യമാണ്. ഇന്നലെ ബന്ധുക്കളൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് വലിയ മാനസിക പ്രയാസം തോന്നും. അപ്പോൾ ചികിത്സാ പിഴവെന്നുള്ള കാര്യത്തിൽ കുടുംബത്തിന് യാതൊരു സംശയവുമില്ല. ആശുപത്രിയുടെ വിശദീകരണം തൃപ്തികരമാണോ രഞ്ജിത്ത്? ഇന്നും ആശുപത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ? ഷിയാസ്, ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തൃപ്തികരമായ വിശദീകരണം വന്നിട്ടില്ല. ഇന്നലെ രാത്രി ആശുപത്രി പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി കണ്ണൂർ BMH ഹോസ്പിറ്റലിൽ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും വിദഗ്ധ സംഘം കുട്ടിയെ ചികിത്സിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ ഇന്നലെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. കളിക്കുന്നതിനിടയിലാണ് ഈ കുട്ടിക്ക് ഒരു വർഷവും 5 മാസവും പ്രായമായ, ഏകദേശം 1.5 വയസ്സ് പ്രായമായ കുട്ടിയാണ്. ആ കുട്ടി കളിക്കുന്നതിനിടയിൽ ചുണ്ടിന് മുറിവേറ്റാണ് പയ്യന്നൂരിലെ BMH ഹോസ്പിറ്റലിൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കുട്ടിയെ കൊണ്ടുവരുന്നത്. അവിടെ ചുണ്ടിന് തുന്നലിടണം എന്ന് ആവശ്യപ്പെടുകയും ആ സ്റ്റിച്ച് ഇടുന്നതിന് വേണ്ടി അനസ്തേഷ്യ കൊടുക്കണം എന്ന് പറഞ്ഞ് കുട്ടിക്ക് അനസ്തേഷ്യ കൊടുക്കുകയും ആ അനസ്തേഷ്യ മൂലം കുട്ടിയുടെ ബ്രെയിൻ ഡാമേജ് സംഭവിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാതെയാണ് ഡോക്ടർ അനസ്തേഷ്യ കൊടുത്തത് എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണമായി ഉയരുന്നത്. ഏതായാലും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായി തുടരുകയാണ്. ഈ പരാതിയെ തുടർന്ന് അനസ്തേഷ്യ ഡോക്ടർക്കെതിരെ, അഞ്ജലി പൊതുവാളിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ആ കേസ് അന്വേഷണം തുടരുകയാണ്. ഒരുപക്ഷെ ഇതിലൊരു മെഡിക്കൽ വിദഗ്ധ സംഘമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ആ കുഞ്ഞിന്റെ ജീവൻ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, VS രഞ്ജിത്ത്.